ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. രാജ്യത്തെ യുവാക്കളെ ഇന്ത്യയുടെ വികസന യാത്രയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രധാന സംരംഭമാണ് നാളെ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് യുവമനസ്സുകളുടെ ഊർജ്ജം, സർഗാത്മകത, നേതൃത്വം എന്നിവ തിരിച്ചുവിടാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാളെ നടക്കുന്ന സംഭാഷണ പരിപാടിയിൽ പ്രധാനമന്ത്രി 3000 യുവ നേതാക്കളുമായി സംവദിക്കും. കയറിന്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ രാജ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി ജിതൻ റാം മാഞ്ചി പറഞ്ഞു. 2014-15 കാലയളവിൽ 1630 കോടി രൂപയായിരുന്ന കയറ്റുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം 3388 കോടി രൂപയായി ഉയർന്നുവെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് അടുത്ത സാമ്പത്തിക വർഷം 5000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. പിന്നീട് അദ്ദേഹം അരൂരിലെ കയർ ഉൽപ്പന്ന യൂണിറ്റുകൾ സന്ദർശിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പൂനെയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഡെവലപ്മെന്റ് സന്ദർശിച്ച് പ്രവർത്തന മികവ് വിലയിരുത്തി. സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഉൽപാദനത്തിനും ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കും. സോനാമാർഗ് തുരങ്കപാത ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള സോനാമാർഗ് തുരങ്കപാത പദ്ധതി 2700 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ദീപ്തസ്മരണ. അദ്ദേഹത്തിന്റെ ഭൌതികദേഹം എറണാകുളം പാലിയത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മന്ത്രിമാരായ ആർ ബിന്ദുവും എം പി രാജേഷും സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാലിയത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഗായകന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആരാധകർ പാലിയത്തെ വീട്ടിലും എത്തിച്ചേർന്നിരുന്നു. ശബരിമല മകരവിളക്കിന് ഒരുങ്ങി സന്നിധാനവും പരിസരവും. മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായി പേട്ടത്തുള്ളലും ഇന്ന് നടന്നു. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ദ്വാദശി ഉത്സവത്തിന് തുടക്കമായി. 10,000ങ്ങളാണ് ഇന്ന് ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ വർഷം ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. 2025 ഹജ്ജ് തീർത്ഥാടനത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3676 അപേക്ഷകർക്ക് കൂടി സീറ്റ് അനുവദിച്ച് രണ്ടാമത് വെയിറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ ഈ മാസം 23-ന് മുൻപായി ഡെപ്പോസിറ്റ് തുക അടയ്ക്കണം. 1,22,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. 18 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്ത 5 കേസുകളിലായി 14 പേർ പോലീസിന്റെ പിടിയിലായി. 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത ഇലവുംതിട്ട പോലീസ് 5 യുവാക്കളെ ഇന്നലെ പിടികൂടിയിരുന്നു. തുടർന്ന് ഇന്ന് പത്തനംതിട്ട പോലീസ് 3 കേസുകൾ എടുക്കുകയും 14 പ്രതികളിൽ 9 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സ്കൂളുകൾക്കായി കൈറ്റ് സജ്ജമാക്കിയ സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പ് സൌകര്യം ഇനി മുതൽ രക്ഷകർത്താക്കൾക്കും ലഭ്യമാകും. മന്ത്രി വി ശിവൻകുട്ടി ആപ്പ് പ്രകാശനം ചെയ്തു. രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കാനും ആപ്പിൽ സൌകര്യമുണ്ട്. കേരളത്തിലേക്ക് കാലികൾ കൊണ്ടുവരുന്ന ലോറികൾ ആന്ധ്ര അതിർത്തിയിൽ അനധികൃതമായി തടയുന്നുവെന്നാരോപിച്ച് പാലക്കാട് കുഴൽമന്നം കാലിച്ചന്തയിൽ വ്യാപാരികൾ റോഡ് ഉപരോധിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കാലികൾ എത്താത്തതിനാൽ ഇന്ന് കാലിച്ചന്തയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. എറണാകുളം ബസലിക്ക പള്ളിയിൽ സംഘർഷം. അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഹൌസിന് മുന്നിൽ പോലീസും വിശ്വാസികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംസ്ഥാനത്തെ 4 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. കൊല്ലം അലയമൺ കുടുംബാരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം കോരണംകോട് ജനകീയ ആരോഗ്യ കേന്ദ്രം, എറണാകുളം ജില്ലയിലെ കട്ടിംഗ് പ്ലാന്റേഷൻ ജനകീയ ആരോഗ്യ കേന്ദ്രം, വയനാട് വടക്കനാട് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നിവയാണ് NQAS കരസ്ഥമാക്കിയത്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്ക് ജയം. ബംഗളൂരു FC-യാണ് 1 ഗോളിന് പരാജയപ്പെടുത്തിയത്. രണ്ടാം മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ മോഹൻ ബഗാൻ 1 ഗോൾ നേടി. മഹാകുംഭമേളയ്ക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തീർത്ഥാടകരെയും സഞ്ചാരികളെയും സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. 10,000-ൽ പരം ട്രെയിനുകളും 350-ലേറെ ബസ്സുകളുമാണ് പ്രത്യേക സർവീസ് നടത്തുന്നത്. അമൃത സ്നാനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾ സെമി ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. ദക്ഷിണ കൊറിയൻ സഖ്യത്തിനെതിരെയാണ് ഇന്ത്യൻ താരങ്ങൾ തോൽവി വഴങ്ങിയത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.